ഹലോ എവരിവൺ. എന്നെ കുറേ നാളായല്ലേ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പണ്ടത്തെയാണ് കേട്ടോ. കുറേ നാൾക്ക് മുമ്പ് ന്യൂ ഇയറിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് മന്നയുടെ അപ്പാർട്ട്മെൻറ്റിൽ അവിടെ പോയി കുക്കിയൊക്കെ ഉണ്ടാക്കിയതും. ഇത് മന്നയാണ് കേട്ടോ ഞങ്ങൾക്ക് കുക്കിയൊക്കെ ഉണ്ടാക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി മൊത്തം ഇരുന്ന് ലൂഡോ കളിച്ചതും അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പിറ്റേ ദിവസം ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര പനിയായിട്ട് ഒന്നും അപ്ലോഡ് ചെയ്യണ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കിടപ്പിലായിപ്പോയി. അപ്പോൾ എല്ലാവരും പുറത്ത് ന്യൂ ഇയർ ആഘോഷിച്ച സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ചോക്ലേറ്റ് കഴിക്കുകയുണ്ടായത്. പിന്നെ നാട്ടിലെ വിശേഷം പറയാനാണെങ്കിൽ ചെറിയൊരു നല്ല വലിയൊരു വിശേഷമുണ്ട്. അതായത് എൻ്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഡേറ്റൊന്നും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ എന്താ ഇങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായപ്പോഴൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇടാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റാണ് കേട്ടോ. ഭയങ്കര ഡിപ്രസിങ് ആണ്. രാവിലെ ഏതാ രാത്രി ഏതാന്ന അവസ്ഥ അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഈ തണുപ്പ് കാരണം. പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അനാവശ്യമായി പ്രോത്സാഹനം തന്നു. നീ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി, ഇന്നിടണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ എന്നെ ശരിക്കും പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഞാൻ ഇന്ന് ക്യാമറ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ചെറുതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഒരു ഷോപ്പിൽ. അവിടെ കയറി ഞങ്ങൾ കോർണറ്റ് കണ്ടപ്പോൾ അത് വാങ്ങി കഴിച്ചു. അയ്യോ അത് ഭയങ്കര മധുരമായിരുന്നു. അതിൻ്റെ മധുരം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പ്രസ്സോ വാങ്ങി കുടിച്ചു. കണ്ടോ, എക്സ്പ്രസ്സോ കുടിച്ചപ്പോൾ തന്നെ നിഹാലിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് കയ്പ്പായിരുന്നു. ഇന്ന് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം ഇന്നത്തെ കണ്ടൻറ്റ് ദൈവം എന്നെ തന്നെ ആക്കി കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും നിഹാൽ പറയാം. കാരണം എല്ലാവരുടെയും ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ അവൻ ട്രോളിക്കൊണ്ടിരുന്നതാണ് അവിടെ. ഇന്ന് ഞാനാണെങ്കിൽ നല്ലൊരു പാത്രം മെൻസിൽ നിന്ന് എടുത്ത് കയ്യിൽ നിന്ന് തറയിലിട്ടങ്ങ് പൊട്ടിച്ചു. ഫുഡും പോയി, എല്ലാം പോയി. ശരിക്കും പറഞ്ഞാൽ നാണം കിട്ടൊരവസ്ഥ. ഇവള് ട്രെയിനിൽ വെച്ചിട്ട് പഴകൊട്ടിന് പഴം പോയി പൊട്ടുണ്ട്. ട്രേ പൊട്ടിയിട്ടും ഇവള് പഴം സെലക്ട് ചെയ്യണം. അവിടെ കിടന്നിട്ട് ട്രേ പൊട്ടി കഴിഞ്ഞു. എന്നിട്ട് പഴം കിട്ടി വീഡിയോ കിട്ടി. അതും കപ്പ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അത് വേറെ കോമഡി. എന്റെ മുന്നിൽ നിന്നാണ് ഇത് പൊട്ടിയത്. പൊട്ടിച്ച് ആരാ പൊട്ടിച്ച് അപ്പോഴും എനിക്കറിയില്ല അത് ആരാ പൊട്ടിയില്ല. പഴം പിടിച്ചിരിക്കുന്നു. നമുക്ക് പോവല്ലേ ആ ഒരു ടൈപ്പ്. ഇമ്രാന് പിന്നെ ഒന്നും അറിയിട്ടില്ല, പൊട്ടിയത് അറിയിട്ടില്ല, ഒന്നും അറിയിട്ടില്ല. അത് അങ്ങനെ കണ്ടു. ഇവിടെ വന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പാവൻ നിഹാലിൻ്റെ കണ്ണിൽ ഡോണ ഓറഞ്ച് പീലെടുത്തിട്ട് ഇതാക്കിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ തമാശകളൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ബോറിങ്ങാണ്. അതായത് നാടും വീടൊക്കെ വിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു വിശേഷം. ബൈ.